ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാ അമ്മാ ബഅദ്. സൂറത്തു ശുആറാ 39 മുതൽ 43 വരെ 39 മുതൽ 43 വരെയുള്ള ആയത്തുകൾ. പേജ് നമ്പർ 368 369. ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. വഖീല ലിന്നാസി, വഖീല ഖാഫ് കസ്റ ആയതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം നൽകി അതിനെ ഉച്ചരിക്കണം. ഇസ്തിഅലാഇന്റെ 7 അക്ഷരങ്ങളിൽ പെട്ടതാണ് ഖാഫ്. വഖീല ലിന്നാസി, നൂൻ മുഷദ്ദദ, ഷദ്ദുള്ള നൂനിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ലിന്നാസി. ഹൽ അൻതും, ഹൽ എന്നതിലെ ലാമിനെ ഇദ്ഹാർ ചെയ്യണം. ഹൽ അൻതും എന്നൊന്നും ആയിപ്പോകരുത്. ഹൽ അൻതും എന്ന് വ്യക്തമാക്കുക, ഹംസയെ വ്യക്തമാക്കി ഉച്ചരിക്കുക. ഹൽ അൻതും എന്നൊക്കെ പറയും ചിലർ, തെറ്റാണ്, അങ്ങനെ പറയുന്നത്. അൻതും ഇതിലുള്ള സാക്കിനത്തായ നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിക്കുക. ശേഷം ഇഖ്ഫായിൻ്റെ 15 അക്ഷരങ്ങളിൽപ്പെട്ട് താ വന്നു. മണിക്കലിൽ തർക്കീഖ് വേണം. ഇഖ്ഫാ മുറഖഖ് അല്ലെങ്കിൽ ഗുന്ന മുറഖഖ എന്നൊക്കെ പറയാം. ഹൽ അൻതും, ഹൽ അൻതും സാക്കിനത്തായ മീമിനെ ശേഷമുള്ള മീമിലേക്ക് ലയിപ്പിച്ച് ഒറ്റ ശബ്ദുള്ള മീമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഇദ്ഗാം ശഫവി, ഇദ്ഗാം മിസ്ലൈനി സഗീർ എന്നൊക്കെ അതിന് പേര് നൽകാം. ഹൽ അൻതും മുജ്തമിഊൻ, മുജ്തമിഊൻ ഈ പദത്തിൽ ജീമിന്റെ സുക്കൂനിനെ ഖൽഖല സൂറ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കേണ്ടതാണ്. ലഅല്ലനാ, ലഅല്ലനാ നത്തബിഉ അസ്സഹറ, അസ്സഹറ നേരത്തെ വന്ന പദമാണ്, വ്യക്തമായി ശ്രദ്ധിച്ച് ഉച്ചരിക്കുക. റാഇന് തഫ്ഖീം കൊടുക്കണം എന്നതാണ് ഇതിലുള്ള പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം. തടിപ്പിച്ച് റാഇനെ ഉച്ചരിക്കുക. മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ലഅല്ലനാ നത്തബിഉ അസ്സഹറത ഇൻ കാനൂ, സാക്കിനത്തായ നൂനും ശേഷം കാഫും ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിക്കുക. മണിക്കലിൽ തർക്കീഖ് വേണം. ഇൻ കാനൂ ഹുമുൽ ഗാലിബീൻ, ഇൻ കാനൂ ഹുമുൽ ഗാലിബീൻ. ഗാ എന്ന് പറയുമ്പോൾ ഗൈനിനും ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം വേണം. തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. അൽ ഗാലിബീൻ. ഫലമ്മ, ഇവിടെ മീം മുഷദ്ദദയുണ്ട്, ഷദ്ദുള്ള മീം മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. 2 ഹറക്കത്തിൻ്റെ അളവിലുള്ള ഉന്നത്ത് നൽകണം. ഫലമ്മ ജാഅ അസ്സഹറ, ജാഅ എന്ന പദത്തിൽ മദ് മുത്തസിൽ വാജിബാണ്, നിർബന്ധമായും 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കണം. അസ്സഹറതു നേരത്തെ വന്ന പദം തന്നെ. അസ്സഹറതു റാഇന് തഫ്ഖീം കൊടുക്കുക എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്വരഭാരത്തോടെ റാഇനെ ഉച്ചരിക്കുക. ഫലമ്മ ജാഅ അസ്സഹറതു ഖാലു, ഖാലു ഖാഫിനും ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീമാണ്. സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. ഖാലു ലിഫിർഔന, ഈ പദത്തിൽ റാഇന് തർക്കീഖാണ്, നേർപ്പിച്ചുകൊണ്ട് റാഇനെ ഉച്ചരിക്കണം. സാക്കിനത്തായ റാഇ തൊട്ടു മുമ്പിൽ സ്ഥിരപ്പെട്ട കസ്ർ എന്നതാണ് അതിനുള്ള കാരണം. ലിഫിർഔന അഇന്ന ലനാ, ശബ്ദുള്ള നൂനിനെ മണിക്കണം. ഇന്ന
ലനാ ലഅജ്റൻ ലഅജ്റൻ. ഈ പദത്തിൽ ജീമിൻ്റെ സുക്കൂനിന് ഖൽഖല സൂറ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക. ലഅജ്റൻ റൻ. റായിന് തഫ്ഖീം കൊടുക്കണം. റായിനെ തടുപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. റായിൻ്റെ തൻവീനാകട്ടെ അതിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കണം. ശേഷം ഹൽക്കിൻ്റെ ഹർഫായ ഹംസയാണ് വന്നത് എന്നതുകൊണ്ട് ലഅജ്റൻ ഇൻ കുന്ന ഇൻ കുന്ന. സാക്കിനത്താനൂനും ശേഷം കാഫുമാണ്. ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിക്കുക. ഷദ്ദുള്ള നൂന് വന്നിട്ടുണ്ട്. നൂൻ മുഷദ്ദദ. കുന്ന അതിനും ഉന്നത്ത് കൊടുത്ത് മണിച്ചുകൊണ്ട് ചിരിക്കുക. അപ്പോൾ ഇൻ കുന്ന നഹ്നുൽ ഗാലിബീൻ. അൽ ഗാലിബീൻ കഴിഞ്ഞ വചനത്തിൻ്റെ അന്ത്യത്തിലും വന്ന പദം തന്നെ. ഗായിന് ശേഷം ദീർഘാക്ഷരമായ അലിഫ്. ഇവ രണ്ടിനെയും തഫ്ഖീം ചെയ്ത് തടിപ്പിക്കണം. സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. അൽ ഗാലിബീൻ. ഖാല ആവർത്തിച്ചു വരുന്ന പദമാണ്, നാം മനസ്സിലാക്കിയതാണ്. ഖാഫിനും ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം എടുക്കണം, തടിപ്പിക്കണം. ഖാല നഅം വ ഇന്നകും. നഅം. ഈ പദത്തിൽ സാക്കിനത്ത മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ശേഷം ഷഫവിയായ അക്ഷരമായ വാവാണ് എന്നതുകൊണ്ട് മീമിനെ സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം, വ്യക്തമായി ഉച്ചരിക്കുക. മീമും വാവും അവ്യക്തമായി പോകുന്നത് സൂക്ഷിക്കണം. പ്രത്യേകിച്ച് മീം അവ്യക്തമാകാൻ സാധ്യതയുണ്ട്. നഅം വ. നഅം വ വ്യക്തമാക്കുക. നഅം വ. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ട് വൃത്താകൃതിയിൽ വരണം, നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. നഅം വ ഇന്നകും. ഈ പദത്തിൽ നൂൻ മുഷദ്ദദയെ മണിക്കുക. ഷദ്ദുള്ള നൂനിന് സാക്കിൻ താമീം അന്ത്യത്തിൽ വരുന്നുണ്ട്. അതിന് ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. നഅം വ ഇന്നകും ഇദൽ ലമിനൽ മുഖറബീൻ. ഇദൽ ലമിന. ഇദൻ എന്നതിലെ തൻവീനിന് ശേഷമുള്ള ലാമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കുക, മണിക്കാതെ ഉച്ചരിക്കുക. ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കുക. ഇദ്ഗാം ബിഗൈരി ഗുന്ന കാമിൽ. ഇദ്ഗാം ബിലാ ഗുന്ന എന്നും പറയും. ഇദൽ ലമിന. ഇദൽ ലമിനൽ മുഖറബീൻ. അൽ മുഖറബീൻ. ഖാഫിന് തഫ്ഖീം കൊടുക്കണം. റായിനും പൂർണ്ണമായ തഫ്ഖീം. അൽ മുഖറബീൻ. ഖാഫിനെയും റായിനെയും തഫ്ഖീം കൊടുത്ത് തടിപ്പിച്ച് ഉച്ചരിക്കുക. അൽ മുഖറബീൻ. ഖാല ലഹും മൂസ. ഖാലയിലെ ഖാഫിനും അലിഫിനും തഫ്ഖീം തടിപ്പിച്ച് ഉച്ചരിക്കുക. ലഹും എന്നതിൽ സാക്കിനത്ത മീം ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് ഇദ്ഗാം ഷഫവി നൽകി മണിക്കാതെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഇദ്ഗാം മിസ്ലൈന് സഗീർ എന്നും പറയാം, നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ ലഹും മൂസ. മൂസ അൽഖൂ. ഇതിലുള്ള അലിഫിനെ മദ് മുൻഫസിൽ ജായിസ് നൽകി 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. മൂസ അൽഖൂ. അൽഖൂ എന്നതിൽ ഖാഫുണ്ട്. ഖാഫിന് നിസ്ബിയ തഫ്ഖീം കൊടുക്കുക. മൂന്നാമത്തെ ലെവലിലുള്ള തഫ്ഖീം. അൽഖൂ. ഖൂ എന്ന് തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. എന്നാൽ ഫത്ഹിൻ്റെ അത്ര ഉണ്ടാവുകയില്ല. അൽഖൂ മാ അൻതും. ഇവിടെയും ദീർഘാക്ഷരമായ അലിഫിന് മദ് മുൻഫസിൽ ജായിസ് നൽകി 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കേണ്ടതാണ്. മാ അൻതും എന്നതിൽ സാക്കിനത്ത നൂനും ശേഷം താവും ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിക്കുക. സാക്കിനത്ത മീം അന്ത്യത്തിലുണ്ട്, ശേഷം വീണ്ടും മീം. ഈ വചനത്തിൽ തന്നെ കഴിഞ്ഞ ലഹും മൂസ അതേ ഹുക്മ തന്നെ. അൻതും മുൽഖൂൻ. മീമിനെ ശേഷമുള്ള മീമിൽ ലയിപ്പിക്കുക. സാക്കിനത്തായ മീമിനെ
ശേഷമുള്ള മീമിൽ ലയിപ്പിച്ച് ഒറ്റ ശബ്ദുള്ള മീമാക്കുക. ഇദ്ഗാം മിസ്ലൈനി സഗീർ അല്ലെങ്കിൽ ഇദ്ഗാം ഷഫവി എന്നൊക്കെ പേര് നൽകാവുന്ന ഇദ്ഗാം ചെയ്തുകൊണ്ട് അൽഖൂ മാ അൻതും മുൽഖൂൻ ഖാഫിന് നിസ്ബിയ തഫ്ഖീം കൊടുക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഭംഗിയായി പാരായണം ചെയ്യുക. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. وقيل للناس هل أنتم مجتمعون لعلنا نتبع السحرة إن كانوا هم الغالبين. فلما جاء السحرة قالوا لفرعون أئن لنا لأجرا إن كنا نحن الغالبين. قال نعم وإنكم إذا لمن المقربين. قال لهم موسى ألقوا ما أنتم ملقون. കഴിഞ്ഞ വചനങ്ങളിൽ നാം മനസ്സിലാക്കിയതാണ് ഫിർഔൻ നിൻ്റെ കയ്യിലുള്ള ആയുധം എന്താണ്, അടയാളം എന്താണ്, അത് കൊണ്ടുവാ എന്ന് പറയുകയും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ ദൃഷ്ടാന്തങ്ങളൊക്കെ വ്യക്തമായി കാണിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ ഫിർഔൻ പറഞ്ഞത് ഇവൻ ഏറ്റവും വലിയ മാരണക്കാരനാണ്, നിങ്ങളെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി വന്നവനാണ്, അവൻ്റെ സിഹർ കൊണ്ട് അവൻ നിങ്ങളെ നിങ്ങളുടെ നാടുകളിൽ നിന്ന് നിങ്ങളുടെ പ്രദേശത്ത് നിന്ന് നാട്ടിൽ നിന്ന് പുറത്താക്കും. അങ്ങനെ അവർ തീരുമാനിക്കുന്നു. എല്ലാവരും പറഞ്ഞു മറ്റ് മാരണക്കാരെയൊക്കെ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് പരാജയപ്പെടുത്താം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരാജയപ്പെടുത്താൻ അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ നാം മനസ്സിലാക്കി 38-ാമത്തെ വചനത്തിൽ ഒരു നിർണിതമായ ദിവസത്തെ നിശ്ചിത സമയത്തിനു വേണ്ടി എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെട്ടു. എല്ലാ മാരണക്കാരും സിഹർ ചെയ്യുന്ന ജാലവിദ്യക്കാരെല്ലാവരും അവിടെ ഒരുമിച്ച് കൂട്ടപ്പെട്ടു. ശേഷം പറയുകയാണ് അല്ലാഹു വഖീല ലിന്നാസി ഹൽ അൻതും മുജ്തമിഊൻ. ജനങ്ങളോടും പറയപ്പെട്ടു, നിങ്ങൾ സംഘടിക്കുന്നുവോ സമ്മേളിക്കുന്നുവോ, നിങ്ങൾ ഈ സംഭവത്തിന് സാക്ഷിയാകുവാൻ വരുന്നുണ്ടോ എന്ന നിലക്ക് ഇന്നത്തെ കാലത്താണെങ്കിൽ അനൗൺസ് ചെയ്തുകൊണ്ട് അല്ലേ ആളുകളെ ഒരുമിച്ച് കൂട്ടുക, ആ രൂപത്തിൽ അവർക്കിടയിൽ വിളംബരം ചെയ്യപ്പെടുകയും അങ്ങനെ ജനങ്ങളോട് ഒരുമിച്ച് കൂടാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. ആരാണ് ഇവിടെ വിജയിക്കുന്നത്? ജാലവിദ്യക്കാരെല്ലാവരും മൂസായെ പരാജയപ്പെടുത്തുന്നത് കാണുവാൻ നിങ്ങൾ വരുന്നുണ്ടോ എന്നവരോടും പറയപ്പെട്ടു. ലഅല്ലനാ നത്തബിഉ സ്സഹറത ഇൻ കാനൂ ഹുമുൽ ഗാലിബീൻ. നമുക്ക് ജാലവിദ്യക്കാരാണ് വിജയം വരിക്കുന്നതെങ്കിൽ അവരെ പിന്തുടരാമല്ലോ, അവർക്ക് ശക്തി പകരാമല്ലോ. ലഅല്ലനാ നാം ആയേക്കാം, നാം ആകുവാൻ വേണ്ടി, നത്തബിഉ പിന്തുടരുവാൻ പിൻപറ്റുവാൻ, അസ്സഹറത സാഹിറിൻ്റെ ബഹുവചനമാണ് സഹറത്ത്, പറഞ്ഞു കഴിഞ്ഞതാണ്. ജാലവിദ്യക്കാരെ പിന്തുടരുവാൻ. ഇൻകാനു അവർ ആണെങ്കിൽ ഹും അവർ അൽ ഗാലിബീൻ വിജയികൾ.
ഫലമ്മ ജാഅ അസ്സഹറതു, അങ്ങനെ ഈ ജാലവിദ്യക്കാർ എത്തിക്കഴിഞ്ഞപ്പോൾ, വന്നപ്പോൾ, ഖാലു അവർ ചോദിക്കുകയാണ്, ലിഫിർഔന ഫിർഔനിനോട്, അഇന്ന ലനാ ലഅജ്റൻ ഇൻ കുന്നാ നഹ്നുൽ ഗാലിബീൻ, ഞങ്ങൾക്ക് നിശ്ചയമായും കൂലി ഉണ്ടാകുമോ, അജ്ർ ഉണ്ടാകുമോ, ഞങ്ങളാണ് വിജയികളെങ്കിൽ. അതായത് ഹൽ ലനാ ജസാഉൻ ഇൻ കാനത്തിൽ ഗലബതു ലനാ അലാ മൂസ, മൂസായെ പരാജയപ്പെടുത്തുന്നത് ഞങ്ങളാണെങ്കിൽ ഞങ്ങൾക്ക് തീർച്ചയായും കൂലി ഉണ്ടാവുകയില്ലേ എന്നൊക്കെ അവർ ഉറപ്പുവരുത്തുകയാണ്, ഫിർഔനോട് ചോദിക്കുകയാണ്. ഖാല, അവൻ പറഞ്ഞു, നഅം, തീർച്ചയായും അതെ, നഅം അതെ, വഇന്നകും, തീർച്ചയായും നിങ്ങൾ, വഇന്നകും ഇദൻ ലമിനൽ മുഖറബീൻ, അപ്പോൾ നിങ്ങൾ സാമീപ്യം നൽകപ്പെട്ടവരിൽ തന്നെയായിരിക്കും. നിങ്ങൾക്ക് കേവലം കൂലി മാത്രമല്ല, ഫിർഔന്റെ അടുക്കൽ, ഭരണാധികാരിയുടെ അടുക്കൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ നൽകിക്കൊണ്ട് പ്രത്യേകം ബഹുമാനിക്കപ്പെടുന്നവരായിരിക്കും നിങ്ങൾ. വഇന്നകും ഫി ഹാലി ഫൗസികും അലൈഹി ലമിനൽ മുഖറബീന ഇൻദി ബിഇഅതാഇകും അൽ മനാസിബ് റഫീഅ, ഉന്നതമായ സ്ഥാനങ്ങൾ നൽകി നിങ്ങളെ ആദരിക്കുന്നതാണ്. നിങ്ങൾ മുഖറബീങ്ങളായിരിക്കും, സാമീപ്യം നൽകപ്പെട്ടവരായിരിക്കും എന്ന് പറയുകയാണ്. ഖാല ലഹും മൂസ, അങ്ങനെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിലുള്ള സർവവിശ്വാസവും അടിയുറച്ച വിശ്വാസത്തോടെ തവക്കുലോടുകൂടി പറയുകയാണ് അവരോട്. ഖാല ലഹും, അവരോട് പറഞ്ഞു മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, അൽഖൂ, നിങ്ങൾ ഇട്ടുകൊള്ളുക, എറിഞ്ഞുകൊള്ളുക, ഇട്ടുകൊള്ളുക, നിലത്തിടൂ. മാ അൻതും മുൽഖൂൻ, നിങ്ങൾ എന്താണ്, നിങ്ങൾ കൊണ്ടുവന്ന ചെറിയ കയറുകളും വടികളും എന്തൊക്കെയുണ്ടോ നിങ്ങളുടെ കയ്യിലുള്ളത് അതൊക്കെ നിലത്തിട്ടുകൊള്ളൂ എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറയുകയുണ്ടായി. ശേഷം എന്ത് സംഭവിച്ചു എന്നത് തുടർ വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.